യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിക്കുന്നത് നമ്മളെല്ലാവരും CCTV ക്യാമറയിൽ കൂടി കണ്ടു. ക്രൂരമായ ആ മർദ്ദനം അത് നമുക്കാർക്കും കണ്ടു നിൽക്കാനേ കഴിയില്ല. നമ്മളെല്ലാവരും ആ ക്രൂര മർദ്ദനം കണ്ടു ഭീതിയോടെ നോക്കി നിന്നു. നമുക്ക് ഇതുപോലെയുള്ളൊരു മർദ്ദനം പോലീസ് നടത്തിയത് നേരിട്ട് കണ്ടതായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇതാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലിരിപ്പ്. അങ്ങനെയുള്ളവരെ പോലീസ് ഉദ്യോഗസ്ഥർ കാണാൻ കഴിയില്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 2023 ഏപ്രിലാണ് ആ സംഭവം ഉണ്ടായത്. അന്നു മുതൽ അവർ നിരന്തരം നിയമപരമായി പോരാട്ടം നടത്തി. ഇവിടെ വിവരാവകാശ കമ്മീഷണർ അവസാനം ആ ദൃശ്യം അയാളെ മർദ്ദിക്കുന്നത്, അയാളെ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലും കൊണ്ടുപോയിട്ട് ഭീകരമായിട്ട് മർദ്ദിക്കുന്നതും അതിലുൾപ്പെട്ട 5 പേര് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആ 5 ആൾക്കാര് SI നൂഹ്മാൻ, CPO ശശീന്ദ്രൻ, സന്ദീപ് CPO സജീവൻ, പിന്നെ ഒരു ഡ്രൈവർ സുഹൈർ ഉണ്ട്. സുഹൈർ ഏതായാലും ഇത് കണ്ടിട്ടായിരിക്കണം പോലീസ് ഇന്ന് രാജിവെച്ച് അയാള് വേറൊരു ഡിപ്പാർട്ട്മെന്റിലെ റവന്യൂവിലെ അയാൾക്കൊരു ജോലി കിട്ടി. അയാൾ അങ്ങോട്ട് ഓടിപ്പോയി. ഇയാളെ സുജിത്തിനെ മർദ്ദിച്ചത് 5 പേരാണ്. 5 പേർക്കും എതിരായിട്ട് ഡിപ്പാർട്ട്മെന്റ് നടപടി എടുത്തു വന്ന് ഡിപ്പാർട്ട്മെന്റിലെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ആണ് എടുത്തത്. ഈ സുജിത്തിനെ അവളിട്ട് അടിക്കുന്നതും മർദ്ദിക്കുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതും ഒന്നും അതിനൊരു നിയമ നടപടി പോലീസ് എടുത്തില്ല. പകരം ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനാണ്. ആ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനിൽ ആ 5 പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ 2 വർഷത്തെ ഇൻക്രിമെന്റ് മാത്രം എടുത്തു കളഞ്ഞ് അത് സ്വാധീനം കൊണ്ട് അത് ഒതുക്കി. കാരണം 20 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കാവുന്ന സുജിത്തിന്റെ അടുത്ത് പറഞ്ഞു. അത് വാങ്ങാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല, അതിന് തയ്യാറല്ല, നിയമപോരാട്ടം നടത്തും എന്ന് പറഞ്ഞു. എന്നാൽ നിരന്തരമായി യൂത്ത് കോൺഗ്രസ് സമരവുമായിട്ട് രംഗത്ത് വന്നു. അവരുടെ വീടുകളിലേക്കൊക്കെ സമരം നീണ്ടു. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം അണ്ടർഗ്രൗണ്ടിൽ പോയി. അവര് പലരും ആ തൃശ്ശൂർ ജില്ലയിൽ തന്നെ 4-5 പോലീസ് സ്റ്റേഷനിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ അവര് സുഭിക്ഷമായിട്ട് അവിടെ ജോലി ചെയ്തു, അവിടെ ഭക്ഷണം കഴിച്ചു, ആഹാരം കഴിച്ചു, സർക്കാരിന്റെ ശമ്പളം വാങ്ങിച്ചു. പൊതുജനങ്ങളെ എടുത്തിട്ടിടിച്ചതിന് അതിന് ഒരു നിയമ നടപടിയില്ലാതെ താൽക്കാലികമായ ചില ഇൻക്രിമെന്റ് ബാറും വാങ്ങിച്ചുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പം കഥകളാകെ മാറി. ഇന്നിപ്പം വാർത്ത വരുന്നു, ആ 5 പേരെ അതിൽ 4 പേരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ 4 പേരെ IG സെൻട്രൽ സോൺ അത് നിയമ നടപടിയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഡിപ്പാർട്ട്മെന്റിലെ നടപടിയായിട്ട് പ്രാരംഭമായിട്ട് അവരെ സസ്പെൻഡ് ചെയ്തു. ഇവരുടെ പേര് ഓറൽ എൻക്വയറി നടക്കുന്ന സമയത്തോ അന്നൊന്നും സസ്പെൻഷൻ ഇല്ലായിരുന്നു. അതിന്റെ ഫയൽ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ബാഹ്യസമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വീണ്ടും വിചാരം കൊണ്ടോ അത് റീഓപ്പൺ ചെയ്തിട്ടുണ്ടാവണം, അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പം ആ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയുടെ അപ്പീല് അവർ കൊടുത്തിട്ടുണ്ടാവും. 2 വർഷത്തെ ഇൻക്രിമെന്റ് ബാറാണ് 5 പേർക്കും. അതിന് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പീലിൽ തന്നെ അവർക്ക് ശിക്ഷിക്കാനുള്ള നടപടി എടുക്കാം. ആ അപ്പീലില് അവരുടെ ഇൻക്രിമെന്റ് ബാർ ക്യാൻസൽ ചെയ്തിട്ട് അവരെ സസ്പെൻഡ് ചെയ്യാം. ആ സസ്പെൻഷൻ അല്ലെങ്കിൽ ആ വീണ്ടും അതിന്റെ എൻക്വയറി കണ്ടിന്യൂ ചെയ്തില്ല ഫ്രഷ് ചാർജ് ഷീറ്റ് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ആ എൻക്വയറി വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഈ 5 പേരിൽ 4 പേരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉത്തരവായി റിമൂവ് ചെയ്യാനും ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിനകത്ത് മേജർ പെനാൽറ്റി അങ്ങനെയാണ് കിടക്കുന്നത്. ഇത് മൈനർ പെനാൽറ്റിയാണ്, 2 വർഷത്തെ ഇൻക്രിമെന്റ് ബാർ. മേജർ പെനാൽറ്റി ഈ ദൃശ്യം വെളി വന്നപ്പം ഡിപ്പാർട്ട്മെന്റ് മേലധികാരിക്ക് തോന്നുന്നെങ്കിൽ മേജർ പെനാൽറ്റി കൊടുക്കാം. കമ്പൽസറി റിട്ടയർമെന്റോ അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്മിസലോ സർവീസിൽ നിന്ന് റിമൂവലോ, ഇത് 3 മേജർ പെനാൽറ്റിയാണ്. അപ്പൊ ആ മേജർ പെനാൽറ്റി ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇനിയും നടത്താം. അവരെ പിരിച്ചുവിടാം, അവരെ സർവീസിൽ നിന്ന് കളയാം. അതിന് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി മതി. അതേ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ ആ മർദ്ദനം ഏറ്റ അയാൾക്കെതിരായിട്ട് ക്രിമിനൽ കേസ്
പ്രതികൾക്കെതിരായിട്ട് ചാർജ് ചെയ്തിട്ടില്ല, ക്രിമിനലായിട്ടുള്ളൊരു എഫ്ഐആർ ഇട്ടില്ല. അങ്ങനെ പരാതി വാങ്ങിച്ചു വെച്ചെങ്കിലും അയാളെ ഭീകരമായി ക്രൂരമായി മർദ്ദിക്കുന്നതിനകത്ത് ഒരു പരാതി വാങ്ങിച്ചു വെച്ചതല്ലാതെ അതിനകത്ത് എഫ്ഐആർ ഇതുവരെ എടുത്തിട്ടില്ല. ഇനിയെങ്കിലും അത് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് ഡിപ്പാർട്ട്മെന്റിലെ IG-ക്കോ DIG-ക്കോ മേലധികാരികൾക്കോ അദ്ദേഹത്തിനെ സുജിത്തിനെ വിളിച്ചു വരുത്തി മൊഴി പകർത്തി കേസെടുക്കണം. അതിന് സാക്ഷികളൊന്നും ഇനി ആവശ്യമില്ല. കാരണം അതിനകത്ത് പെൻഡ്രൈവില് ആ വാദി ഭാഗം അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിലുണ്ട്. അത് എവിഡൻസ് ആയിട്ട് അത് മഹസർ എഴുതി ആ കേസിന്റെ എഫ്ഐആറിന്റെ കൂടെ എടുക്കാൻ പോകുന്ന എഫ്ഐആറിന്റെ കൂടെ ചേർത്ത് അതിന്റെ സാക്ഷികളെ വെച്ച് ആ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും പോലീസിന് ഉത്തമം. അതിനകത്ത് ചില ചാനലുകളും മറ്റൊരു 2 പണിഷ്മെന്റ് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ത് വിവരക്കേടാണ് പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഡിസിപ്ലിനറി പ്രൊസീഡിങ്സും ക്രിമിനൽ കേസും രണ്ടും രണ്ടാണ്. ഒരാളുടെ മിസ്കോണ്ടക്റ്റും ഉണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടാണ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്. അതൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു കേസല്ല എന്ന് മനസ്സിലാക്കിക്കോളൂ എല്ലാവരും. അതുകൊണ്ട് സുജിത്തിന്റെ മൊഴി പകർത്തി കേസെടുത്തിട്ട് അദ്ദേഹത്തിനെ ഉപദ്രവിച്ചതിനെ, കൈകൊണ്ടടിച്ചതിനും ഇടിച്ചതിനും 323 പഴയ IPC അല്ലെങ്കിൽ 325 അദ്ദേഹത്തിന്റെ ചെവി പൊട്ടി തകർത്തിട്ടുണ്ട്, ഗ്രീവിയസ് ഹർട്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം 115 BNS ആയിട്ട് അദ്ദേഹത്തിനെ കൈകൊണ്ടടിച്ചതിന്, 117 BNS അദ്ദേഹത്തിന്റെ ചെവി അടിച്ചു പൊട്ടിച്ചതിന്, 118 ലാത്തി കൊണ്ട് അടിച്ചതിന്, കാലുവെള്ളയിലെ 45 അടി അടിച്ചെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ തടവിലാക്കി 342 അല്ലെങ്കിൽ 127 BNS, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ച അറ്റംപ്റ്റ് മർഡറാണ് 309 BNS അല്ലെങ്കിൽ 308 IPC. അതുപോലെ ക്രിമിനൽ ഇന്റിമിഡേഷൻ അവർ നടത്തിയിട്ടുണ്ട് 350 അല്ലെങ്കിൽ 129 BNS. റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് നടത്തിയിട്ടുണ്ട് 339 IPC അല്ലെങ്കിൽ 129 BNS. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കള്ളക്കേസിനകത്ത് കുരുക്കിയിട്ടുണ്ട്. കാരണം മദ്യപിച്ച് അദ്ദേഹത്തിനെ പിടിച്ചു എന്ന് പറയുമ്പം അതിനെ മദ്യപിക്കുന്ന ആളല്ല എന്ന് അദ്ദേഹം ഡോക്ടറെ അടുത്ത് പറഞ്ഞു. മെഡിക്കൽ പരിശോധനയിൽ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയുകയും ചെയ്തു. അതുകൂടാതെ അവരുടെ ഔദ്യോഗികത്വത്തിന് തടസ്സം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഔദ്യോഗിക തടസ്സമൊന്നും ഉണ്ടായില്ല. കാരണം ഇയാളെ പിടിച്ചോണ്ടല്ലേ വന്നുള്ളൂ. അതുകൊണ്ട് 351 നിലനിൽക്കത്തില്ല. ആ കേസ് ഇനിയെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ റെഫർ ചെയ്ത് കളയണം. കാരണം കോടതി ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പിൻവലിച്ചിട്ട് അത് റെഫർ ചെയ്ത് കളയുന്നതായിരിക്കും പോലീസിന് ഉത്തമം. പോലീസിന്റെ ഇമേജ് തകർന്ന് തരിപ്പണമായി പോയി. അത് വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രതികൾക്കെതിരായിട്ട് ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ പോലീസിന് അതിനകത്ത് മോചനം ഉണ്ടാവുകയുള്ളൂ. ധാരാളം കേസുകൾ ഇതുപോലെ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരുന്നുണ്ട്. ഇതിലും വേറെ പല കേസുകൾക്കകത്തും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം CCTV ദൃശ്യം പോലീസ് മർദ്ദിക്കുന്ന കാര്യത്തിൽ CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്.